إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് അള്ളാഹുവിന് സമർപ്പിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കൃപാകടാക്ഷം കൊണ്ട് അവശേഷിക്കുന്ന ജീവിതമെങ്കിലും അള്ളാഹുവിന് പൂർണ്ണമായും സമർപ്പിച്ച് അവൻ്റെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തൊഴിലും തൊഴിലാളികളും എന്ന വിഷയത്തെ അധികരിച്ചാണ് ഇന്നത്തെ ഖുത്ബ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവ അല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. സൂറത്തുൽ മുൽക്ക് 15-ാമത്തെ സൂക്തം. അവനാകുന്നു ജഅല ലക്കുമുൽ അർദ ദലൂലൻ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ സൗകര്യപ്പെടുത്തി തന്നവൻ അള്ളാഹു ആകുന്നു. ഫംശൂ ഫി മനാകിബിഹ, അതിൻ്റെ മാറിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. വകുലൂ മിർ റിസ്ഖിഹി, അള്ളാഹുവിൻ്റെ ജീവിത വിഭവങ്ങളിൽ നിന്നും ആഹാരത്തിൽ നിന്നും നിങ്ങൾ കഴിച്ചു കൊള്ളുകയും ചെയ്യുക. വഇലൈഹിൻ നുശൂർ, അവങ്കലിലേക്കാണ് നിങ്ങളുടെ മടക്കോ. തൊഴിൽ അന്വേഷിക്കുക എന്നത് ഓരോ അന്വേഷകൻ്റെയും ബാധ്യതയാണ്. തൊഴിൽ നേടി യാത്ര പുറപ്പെടുക എന്നത്, അങ്ങനെ പുറപ്പെടുക, സമ്പാദിക്കുക, ആ സമ്പാദ്യ ബലത്തിൽ അവൻ്റെ ജീവിത വിഭവങ്ങൾ നേടുകയും അത് സ്വന്തമാക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയായി ഇവിടെ പറയുകയാണ്. അതിനുള്ള സൗകര്യങ്ങൾ അള്ളാഹു ഭൂമിയിൽ നൽകിയിരിക്കുന്നു എന്നാണ്. ഭൂമിയെ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിത വിഭവങ്ങൾ നേടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് അള്ളാഹു ഭൂമിയെ പാകപ്പെടുത്തി തന്നിരിക്കുന്നത്. അത് അന്വേഷിക്കുക എന്നുള്ള മനുഷ്യൻ്റെ ബാധ്യതയായും അള്ളാഹു ഇവിടെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തൊഴിലിൻ്റെയും അത് നേടുന്നതിൻ്റെയും പ്രാധാന്യത്തെയും ഈ ആയത്ത് സൂചിപ്പിക്കുന്നു. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ നമ്മൾ സൂറത്തുൽ ജുമുഅയിൽ അല്ലെങ്കിൽ വ്യാഴാഴ്ച ഇശാക്കോ സുബഹിക്കോ ഒക്കെ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു സുബ്ഹാനഹു തആല അധ്വാനിക്കാൻ അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്ന ആയത്ത്, പരിചയമുള്ള ഒരായത്താണ്. ഫൈദാ ഖുദിയത്തിസ് സലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഫൈദാ ഖുദിയത്തിസ് സലാത്തു, നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ
ജുമാ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചു കൊള്ളുക. വബ്തഗൂ മിൻ ഫദ്ലില്ലാ, അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക, നേടുകയും ചെയ്യുക, തേടുക. വദ്കുറുല്ലാഹ കസീറൻ, അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കും, അല്ലെങ്കിൽ നിങ്ങൾ വിജയികളാകും. നോക്കൂ, ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് സൂറത്തുൽ ജുമായിൽ ആരാധനകൾക്ക് സവിശേഷത നൽകുന്ന ഒരായത്താണിത്. ആരാധന, ജുമായ്ക്ക് വേണ്ടി വരുന്നു, ഖുത്ബയിൽ പങ്കെടുക്കുന്നു, ജുമ്മ നിർവഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇബാദത്തിന്. അത് കഴിഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ, ജുമായ്ക്ക് വരാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ജുമ്മ നിസ്കരിച്ച് നിങ്ങൾ മിണ്ടാതിരിക്കാനല്ല. അത് മാത്രമല്ല, പള്ളിയിൽ വന്ന് പിന്നെ ജുമാ കഴിഞ്ഞിട്ട് അവിടെ ചടഞ്ഞിരിക്കാനുമല്ല. ഇദാ ഖുദിയത്തിസ് സ്വലാത്ത്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ പള്ളിയിൽ നിന്ന് പോകുക, വീട്ടിലേക്ക് പോകുക, ഭാര്യ മക്കളുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടെല്ലാം ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാ, അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾ നേടിയോളുക. ഇവിടെ ഫദ്ൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് ഇവിടെ പറയുന്നത്. ജുമാക്ക് വന്നു, ജുമ്മ ഒരിക്കലും ലീവല്ല. ജുമ്മ എന്നൊരു ലീവല്ല. ജോലിയുടെ ഇടയിൽ നമ്മൾ ജുമാക്ക് വേണ്ടി വരുന്നു, അങ്ങനെ ഒരു ലീവ് എടുക്കേണ്ടതില്ല. അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ ലീവ് എടുക്കുന്നത്. ഇവിടെ പറയുന്ന ജുമ്മ ലീവാക്കേണ്ട ഒരു സംഗതിയല്ല. നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുകയും നിങ്ങളുടെ വിഭവങ്ങൾ നേടാനുള്ള ഒരു വഴിയായി നിങ്ങൾ കാണുകയും ചെയ്യണമെന്ന് ഈ ആയത്ത് പരാമർശിക്കുകയാണ്. അധ്വാനിക്കാതെ യാചിച്ച് ജീവിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നും ഈ ആയത്ത് സൂചിപ്പിക്കുന്നു. ദരിദ്രനായി, വെറുതെ ദരിദ്രനായി ജീവിക്കാനും അള്ളാഹു അംഗീകരിക്കുന്നില്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല. തന്നെ കൊണ്ട് കഴിയുന്ന കൈത്തൊഴിലെടുത്തിട്ടാണെങ്കിലും തൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തണം എന്നും കൂടി ഈ ആയത്ത് സൂചിപ്പിക്കുന്നു. മിഖ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അക്കല അഹദുൻ ഖത്തു തുആമൻ ഖൈറു മിൻ യാകുല മിൻ അമലി യദിഹി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹ ഹദീസാണ്. സ്വകരം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ, പണം കൊണ്ട് സ്വന്തമാക്കിയ ആ വിഭവം കൊണ്ട് ജീവിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ അവൻ കഴിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. മീൻ അമലി യദിഹി, അവൻ്റെ കൈകൊണ്ട് അധ്വാനിക്കുന്ന, ആ അധ്വാനം കൊണ്ട് നേടുന്ന സമ്പാദ്യം കൊണ്ട് അവൻ ഭക്ഷിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന്. അപ്പോൾ തൊഴിലിന് പ്രോത്സാഹനം നൽകുന്ന ആയത്തുകളും ഹദീസുകളും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസാണ്, നിങ്ങൾ ഓരോരുത്തരും ആരെങ്കിലും തൊഴിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അവൻ കയറെടുത്തുകൊള്ളട്ടെ. അവൻ എന്താണ്, വിറകിൻ്റെ കെട്ടുമായി വന്ന് അവൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളിന് വിറ്റ് അതിൻ്റെ പൈസ നേടുക എന്നത് ഖൈറും മിൻ അൻ യസ്അലൽ നാസ അഅതൗഹു ഔ മനഅഹു. ജനങ്ങളോട് യാചിക്കുന്നു അവൻ, അതിന് ലഭിക്കട്ടെ കിട്ടാതിരിക്കട്ടെ, അങ്ങനെ ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ ഉത്തമം വേറെ കയറെടുത്ത് വനത്തിൽ പോയി വിറക് ശേഖരിച്ച് താൻ തൻ്റെ ഉപജീവനം കണ്ടെത്തലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു ഹദീസിൽ വരുന്നു, യാചന കാരണമായി നിന്റെ മുഖത്ത് നാളെ ഖിയാമത്ത് നാളിൽ മാംസമില്ലാത്ത വികൃത മുഖമായി വരുന്നത് നീ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നൊരു ഹദീസിൽ. അപ്പോൾ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ കൈത്തൊഴിലിൻ്റെ പോലും ശ്രേഷ്ഠത വിവരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. വിറകെട്ട് സ്വന്തം മുതുകിൽ ചുമന്ന് ആവശ്യങ്ങൾ നിർവഹിക്കാൻ വന്നു മാർക്കറ്റിൽ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഉപജീവനം കഴിയുക എന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. അതിനേക്കാൾ ഏറ്റവും അത്ഭുതകരമായൊരു ഹദീസ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. കൃഷിയിടത്തിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അപ്പോഴാണ് ഖിയാമത്ത് നാളിൻ്റെ അന്ത്യനാളിൻ്റെ ഒരു വിളിനാദം കേൾക്കുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ വിത്തുണ്ട്, അവൻ്റെ കൊട്ടയിൽ വിത്തുണ്ട്. ഇപ്പോൾ ഖിയാമത്ത് നാളായല്ലോ, പിന്നെ എന്തിനാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കയ്യിലുള്ള വിത്ത്, ആ ചെടി ഇനി നടണം എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഗം, ഫൈദാ ഖാമത്തിസ് സാഅതു വഫീ യദി അഹദികും ഫസീലതൻ,
ഒരു ചെടി, ഒരു വിത്ത്, നിനക്ക് അങ്ങനെ ആ വിത്ത് നടാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ നട്ടണം. ഖിയാമത്ത് നാൾ ഉണ്ടായിക്കോട്ടെ. അവിടെ സൂചിപ്പിക്കുന്നതാണ്, വലിയ കാരണമായി വയസ്സായി നമ്മൾ ഇരിക്കണം. എന്തിനാണ് ഉപ്പ നിങ്ങൾ ഈ തെങ്ങ് നടുന്നത്? ഉപ്പാക്ക് കിട്ടാനല്ല. അങ്ങനെ പല തെങ്ങുകളും ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഉപ്പമാര് നട്ടതിന്റെ ഫലമായിട്ടാണ്. വാർദ്ധക്യമൊന്നും ഒരു പ്രശ്നമാകുന്നില്ല എന്നർത്ഥം. തൻ്റെ അന്ത്യനാൾ വരെ, തൻ്റെ മരണം വരെ കൃഷി ചെയ്യാൻ ഒരു വിശ്വാസിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാർഷിക വികസനത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഹദീസിൽ സൂചിപ്പിക്കുക. ഖിയാമത്ത് നാളിന്റെ നാദം അടിച്ചാൽ പോലും കൃഷി, നിന്റെ കയ്യിലിരിക്കുന്ന വിത്ത് നീ നടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ സൂചിപ്പിക്കുകയാണ്. അത്രമാത്രം അധ്വാനത്തിനും കാർഷിക വിളവിനും വളരെ പ്രാധാന്യം നൽകുകയാണ്. ഇത് കേവല ഭൗതികമായ ഒരു വിഷയമല്ല എന്നും കൂടെ സൂചിപ്പിക്കുകയാണ്. ഇത് പരലോകവുമായി ബന്ധപ്പെട്ട പുണ്യം ലഭിക്കുന്ന ഒരു സംഗതിയാണ്. സർക്കാർ പ്രോത്സാഹിപ്പിക്കട്ടെ, ഇല്ലാതിരിക്കട്ടെ, കർഷകൻ അതുകൊണ്ട് നഷ്ടമുണ്ടാകുകയാണെങ്കിൽ പോലും, നിന്റെ സാമ്പത്തിക നഷ്ടമാണെങ്കിൽ പോലും ഇത് ഒരു ഇബാദത്തായി ഈ ഹദീസ് സൂചിപ്പിക്കുകയാണ്. പുണ്യം കിട്ടുന്ന ഒരു സംഗതിയായിട്ടാണ്. പുണ്യങ്ങളും പാഴാക്കാത്തവരാണ് മുസ്ലിമീങ്ങൾ. നമ്മൾ അതാണല്ലോ, ഒരാൾ സദഖ ചെയ്യുമ്പോൾ അയാൾ ദുർവിനിയോഗം ചെയ്താൽ പോലും ഞാൻ അതല്ല നിയ്യത്ത്, അള്ളാഹുവിന്റെ പ്രതിഫലം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെലവഴിക്കുന്ന പോലെ ഇത് നമുക്ക് കിട്ടട്ടെ, അതിന്റെ ഫലം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ. അപ്പോൾ ഇത് ഇബാദത്തായി, ഒരു പുണ്യമായി ഈ ഹദീസ് സൂചിപ്പിക്കുകയാണ്. മാമിൻ മുസ്ലിമിൻ യഗ്റസു ഗറസൻ ഔ യസ്റഉ സറഅൻ ഫയാകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തിൻ ഇല്ലാ കാന ലഹു ബിഹി സദഖത്തുൻ. നമുക്ക് പരിചയമായ ഒരു ഹദീസാണ്. സ്കൂളിൽ 5ാം ക്ലാസ്സിൽ അറബി ടെസ്റ്റിൽ, 10ാം ക്ലാസ്സിൽ +1 ഈ ഹദീസ് ആവർത്തിക്കപ്പെടാറുണ്ട്. ഒരു മുസ്ലിം അവൻ്റെ കയ്യിലുള്ള എന്താണ്, മാമിൻ മുസ്ലിമിൻ യഗ്റസു ഗറസൻ, അവൻ കൃഷി ചെയ്യുന്നു, തൈ നടന്നു, ഔ യസ്റഉ സറഅൻ, അല്ലെ കൃഷി ചെയ്യുന്നു. അങ്ങനെ ഒരു വിത്ത് നടുകയോ ഒരു മാവും തൈ നടുകയോ എന്തെങ്കിലും അവൻ ചെയ്യും, വാഴ കൃഷി ചെയ്തു. അങ്ങനെ ഫയക്കുലു മിൻഹു തൈറുൻ, അതിൻ്റെ ഫലങ്ങൾ പക്ഷികൾ എടുത്തു ഭക്ഷിച്ചു. മാങ്ങ ആരും കട്ടി തിന്നു. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ കല്ലെറിഞ്ഞ് മാങ്ങ എടുത്തു, അല്ലെങ്കിൽ ഒരു കൊല മുറിച്ചുകൊണ്ട് പോയി. അങ്ങനെ പക്ഷി തിന്നുകയോ മനുഷ്യൻ തിന്നുകയോ മൃഗങ്ങൾ തിന്നുകയോ, ഇപ്പോൾ പന്നി ആക്രമണങ്ങളും മൃഗങ്ങളും ആനയെല്ലാം വരെയല്ലേ, അങ്ങനെ നഷ്ടപ്പെട്ടിരുന്നാലും ഇല്ലാ കാന ലഹു ബിഹി സദഖത്തുൻ, നിനക്ക് നാളെ ആഖിറത്തിൽ സദഖയുടെ പ്രതിഫലമായി ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന എത്ര മനോഹരമായ ഒരു കാഴ്ചപ്പാട് പ്രവാചകൻ നിങ്ങൾ നോക്കും, മദീനയും മക്കയൊക്കെ എന്താണ് മലനാണ്യം. ഇപ്പോഴല്ലേ പിന്നെ കൃഷി സംവിധാനം. ഏത് കൃഷിയെ പറ്റി പ്രവാചകൻ പഠിപ്പിക്കുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് ആ സംഗതിയുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ ചില നിർദ്ദേശങ്ങൾ. നോക്കൂ, നല്ല ശാരീരിക ശേഷിയുള്ള ഒരു മനുഷ്യൻ, അവനെ നമ്മൾ കൃഷിക്ക് വേണ്ടി വിളിക്കുന്നു, അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു, അവനെ നമ്മൾ ജോലിക്കാരനായി കൂലിക്കാരനായി വിളിക്കുന്നു. നബിയുടെ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒരു വ്യക്തി പ്രവാചകന്റെ സദസ്സിലേക്ക് നടന്നു വരികയായിരുന്നു. ആ സദസ്സ് അവിടെ കൂടെ അയാൾ ഓവർടേക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ധൃതിയിൽ പോകുമ്പോൾ സഹാബാക്കൾ നബിയോട് പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലേ, നല്ല ശാരീരിക ശേഷിയുള്ള മനുഷ്യനാണല്ലോ ഇയാളുടെ ഈ കഴിവെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ എത്ര പ്രതിഫലമാർഹമായ കാര്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്നതാണ്. ജിഹാദ് പോരാട്ടങ്ങൾ മാത്രമേ അള്ളാഹുവിന്റെ വഴിയെന്ന്, ഫീ സബീലില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നബി വിശദീകരിക്കുകയാണ് 3 സംഗതികൾ പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന്റെ തൊഴിൽ മഹാത്മ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇൻകാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാ വഇൻകാന ഖറജൻ അലാ അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാ. മൂന്നാമത്തെ ഇൻകാന ഖറജ യസ്ആ അലാ നഫ്സിഹി വഹുവ ഫീ സബീലില്ലാ. തൻ്റെ ചെറിയ കുട്ടികളുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് അവൻ പാടത്തിലേക്ക് ഈ ആരോഗ്യ ദൃഢഗാത്രനായ തൊഴിലാളി പോകുന്നെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. പറമ്പിലേക്ക് പണിയെടുക്കാനും പോകുമെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ. രണ്ടാമത്, വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കളുടെ ഉപജീവനത്തിന് വേണ്ടി അവൻ അധ്വാനിക്കാൻ പോവുകയാണെങ്കിൽ ഫീ സബീലില്ല, അവനും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. മൂന്നാമത്, ഫീ നഫ്സി, സ്വന്തം ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നു, ആരോടും യാചിക്കാതെ, തെണ്ടാതെ, മോഷ്ടിക്കാതെ, ഒന്നും ചെയ്യാതെ പോകും, അവനും ഫീ സബീലില്ല, അവനും അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി വൈൻകാന ഖറജ യസ്ആ
റിയാഅൻ മഫാഖിറതൻ വഹുവ ഫീ സബീലി ശൈത്താൻ. ഇനി തന്നെ സ്വന്തം പൊക്കിന് താൻ വലിയ സമ്പന്നനാണ്, അല്ലെങ്കിൽ ഞാൻ അധ്വാനിക്കുന്നവനാണ് എന്ന് പറയാനും തോന്നിപ്പിക്കാനുമാണെങ്കിൽ ഫീ സബീലി ഷെയ്ത്താന്റെ മാർഗത്തിലാണ് അവൻ്റെ അധ്വാനം. അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് മക്കളുടെയും മാതാപിതാക്കളുടെയും സ്വന്തം ചെലവിന് വേണ്ടി അധ്വാനിക്കുന്ന തൊഴിലെടുക്കലെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നതിന് തുല്യമായ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്യുകയാണ്. ഇതാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഈ തൊഴിലെടുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു മോശമായ ഒരു സംഗതിയല്ല എന്ന് പ്രവാചകന്മാരുടെ ജീവിതം തെളിയിക്കുകയാണ്. പ്രവാചകന്മാർ നോക്കൂ, വലിയ സമ്പന്നനായ പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഖുർആൻ ഹദീസ് സൂചിപ്പിക്കുന്നുണ്ട്, കാന യഅകുലു മിൻ അമലി യദിഹി, സ്വന്തം അധ്വാനം കൊണ്ട് അദ്ദേഹം ഉപജീവനം കണ്ടിരുന്നു എന്നാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി സൂചിപ്പിക്കുന്ന ഹദീസിൽ. അദ്ദേഹം കൊല്ലനായിരുന്നു. ഇരുമ്പ് പണിയിലൂടെ ആയുധങ്ങൾ ഉണ്ടാക്കി അങ്ങനെ വിൽക്കുന്ന കൊണ്ട് സമ്പാദ്യം കൊണ്ട് ഉപജീവന മാർഗം കഴിഞ്ഞ ഒരു പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം. മൂസാ നബി ആട് മേയിച്ചതാണ്, അറിയാലോ, മദിയനിലേക്ക് പോയ മൂസാ നബി അലൈഹി ഇസ്ലാം. ഖുർആൻ ഹദീസ് സൂചിപ്പിക്കുന്നു, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ആടുകൾ മേയ്ക്കുന്ന ആളായി മൂസാ നബി 10 വർഷക്കാലം ആട് മേച്ചു അങ്ങനെ ഉപജീവനം കണ്ടിരിക്കുന്നു. അദ്ദേഹം അതോടൊപ്പം ഇബ്നതുഹു, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകളെ വിവാഹം കഴിക്കുന്നതിന് മഹർ കണ്ടെത്തിയതും ഈ ആട് മേപ്പിലോടെ. ഇങ്ങനെ ഈ ഹദീസ് സൂചിപ്പിക്കുന്നുണ്ട്, തന്റെ അധ്വാനം കൊണ്ട് ഉപജീവനം കണ്ടെത്തുകയും വിവാഹം കഴിക്കുന്നതിന് മഹറും സ്വയം ഒരു പുതുമാപ്പിള കണ്ടെത്തുകയും ചെയ്യണം. ആരെയും പൈസ കൊണ്ടല്ല അയാൾ വിവാഹം നടത്തേണ്ടെന്നും കൂടി ഈ ഹദീസ് സൂചിപ്പിക്കുകയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെ തന്നെയായിരുന്നു. സക്കരിയ നബി അലൈഹി ഇസ്ലാം അത്ഭുതകരമാണ്. അദ്ദേഹം അങ്ങനെ തന്നെ ആശാരി പണി നടത്തിയിട്ടാണ് ഉപജീവനം കണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പ് ആട് മേയ്ക്കാൻ പോയിരുന്നു. ഒരു തൊഴിലാളിയായി ഖദീജയുടെ കച്ചവട തൊഴിലാളിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, ഒരൊറ്റ പ്രവാചകന്മാരും ആട് മേയ്ക്കാതെ അള്ളാഹു അയച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളും അങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്തു അർആഹ, ഞാനും ആട് മേയ്ക്കുമായിരുന്നു. എങ്ങനെ? അലാ ഖറാതീത് നുഖൂദ്, ചെറിയ നാണയങ്ങൾക്ക് തുട്ടുകാശിന് മക്കയിലുള്ള ആൾക്കാരുടെ തൊഴിലാളിയായി ആട് മേയ്ക്കാൻ പോയിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തോടുകൂടി പറയാണ്. അപമാനമല്ല, ഏത് തൊഴിലും മനുഷ്യന് അന്തസ്സോടുകൂടി അവന് ജീവിക്കാൻ കഴിയണം. മീൻ ബിസിനസ് ആണെങ്കിൽ ഏത് ബിസിനസ്സും അവൻ എടുക്കാൻ കഴിയുന്ന നിലയിൽ ആട് മേയ്ക്കാൻ പോയിരുന്നു എന്ന് നബിയായതിനു ശേഷം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അഭിമാനത്തിന്റെ അടയാളമാണ്. ഏത് തൊഴിലും മനുഷ്യന് എടുക്കാവുന്നതാണെന്ന് മനസ്സിലാക്കും ഈ ഹദീസ് സൂചിപ്പിക്കുന്നു. മറ്റു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൊഴിലിനെല്ലാം പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ വെറുതെ അല്ലല്ല പണിയെടുക്കേണ്ടത്, കൂലി കൃത്യമായി കൊടുക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. കൂലി വൈകിപ്പിക്കാൻ പാടില്ല, അത് കൃത്യമായി കൂലി കൊടുക്കണം. ഒരു നാട്ടിലെ ഓരോ ജോലിക്കും എന്താണോ ശമ്പളം അതനുസരിച്ചിട്ട്. നമ്മൾ പറയാറുണ്ട്, കേരളത്തിലാകെ സമരം നടത്തിക്കൊണ്ടിരിക്കണ്ടേ, മിനിമം വേജ് ശമ്പളം എന്ന് പറയുന്നത് 20,000 നിശ്ചയിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പലരും നമ്മൾ നോക്കട്ടെ, പള്ളിയിലെ ഹത്തീബുമാരും മോദിക്കന്മാരും മുസ്ലിയാക്കന്മാരും പറയുന്നത് സൂചിപ്പിക്കുകയാണ്. എത്രയാണ് ഒരു നാട്ടു നടപ്പനുസരിച്ച് സാധാരണ രീതിയിലുള്ള രീതി അനുസരിച്ച് അവന് ഉജ്റത്ത് കൊടുക്കണമെന്നാണ്. ആത്തുൽ അജീറ അജ്റഹു ഖബലായി അജിഫ ഇർഖഹു, നിന്റെ വയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലിക്കാരന് അവൻ്റെ കൂലി കൊടുക്കണം, പെട്ടെന്ന് തന്നെ കൂലി കൊടുത്തേക്കണം. പിന്നെ അത് താമസിപ്പിക്കാൻ പാടില്ല. ഈ ഹദീസ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ തൊഴിലാളിയെ ഏതടിസ്ഥാനത്തിൽ അവൻ അംഗീകരിക്കണം, അവനെ മാനിക്കണമെന്നെല്ലാം ഈ ഹദീസ് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലല്ലാത്ത അറബി രാജ്യങ്ങളിലൊക്കെ അതിശക്തമായ തണുപ്പും അതിശക്തമായ ചൂടുള്ള സമയത്ത് തൊഴിലാളികൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കാറുണ്ട്. അവരുടെ സേഫ്റ്റി, ശാരീരിക സുരക്ഷിതത്വം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു തൊഴിലാളിയെ ജോലിക്ക് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആവശ്യമായ വെള്ളം കൊടുക്കണം, ആവശ്യമായ ഭക്ഷണം കൊടുക്കണം. നീ അവന് കഴിയാത്ത ജോലി ഏൽപ്പിച്ചാൽ നീ കൂടി അതിൻ്റെ സഹായിയാകണം അത് പൂർത്തിയാക്കാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നീ മനസ്സിലാക്കണം,
അവനും നീയും തുല്യനാണ് മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടുള്ള പ്രവാചകൻ കൂട്ടത്തിലിരുന്ന് അതിഥികളെ അടിമകളെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിപ്പിച്ചിരുന്നു. അടിമ വിമോചനത്തിൻ്റെ വിപ്ലവങ്ങൾ നടക്കുമ്പോഴും പ്രവാചകൻ തൻ്റെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. പറയാറുണ്ടായിരുന്നു മുതലാളിമാരോട് നിങ്ങളുടെ ഡ്രസ്സ് അതിന് സമാനമായ വസ്ത്രം കൊടുക്കാൻ പോലും പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു. ഹദീസിൽ കാണാൻ കഴിയും, ലിൽ മുലൂക്കി തആമുഹു വശറാബുഹു വലാ യുകല്ലഫു ഇല്ലാ മാ യുതീഖു, സാധ്യമല്ലാത്തത് അവരെ കൊണ്ട് നിങ്ങൾ ശാസിക്കരുത്. എന്നിട്ട് ഇദാ കല്ലഫ്തുമുഹും ഫഅയിനു, അങ്ങനെ നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും ജോലി ചെയ്യിപ്പിച്ചാൽ നിങ്ങൾ അതിന് സഹായികളാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വലാ തുഅദ്ദിബു ഇബാദല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമകളെ ശിക്ഷിക്കരുത്. അവർക്ക് കഴിയാത്ത താങ്ങാത്ത ജോലി കൊണ്ട് നിങ്ങൾ അവരെ പീഡിപ്പിക്കരുത്. എന്നിട്ട് പറയുന്ന ഹൽക്കൻ അംസാലക്കും, നിങ്ങളും അവരും തുല്യ മനുഷ്യരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഷുഐബ് നബി അലൈഹി ഇസ്ലാം പരാമർശിക്കുന്ന ഒരു ആയത്തുണ്ട്. അത് പറഞ്ഞ് ഈ ഖുത്ബ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറയും, വമാ ഉരീദു അൻ അശുഖ്ക അലൈക സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 10 വർഷം ആടിനെ മേയ്ക്കണമെന്നാണല്ലോ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ്. എന്നിട്ട് പറയാണ്, നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, താമസം മീന, നീ എന്നെ കണ്ടുമുട്ടുന്നത് ഏറ്റവും നല്ല മനുഷ്യരായി എന്നെ നിനക്ക് കാണാൻ പറ്റും ആഖിറത്തിൽ. ഒരു തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധം ആഖിറമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ ഉണ്ടാവും. അതുകൊണ്ട് തൊഴിലാളിയെ കൊണ്ട് കണിശമായ ജോലികൾ ചെയ്യിപ്പിക്കുക, ശമ്പളം കുറച്ചു കൊടുക്കുക, അതിൽ ലാഭം കിട്ടുക, അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും നേടാനെന്ന് വിചാരിച്ചാൽ ഒന്നും നേടാനില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ രീതിയിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഒരു തൊഴിൽ ദിനത്തിനെ എങ്ങനെ കാണണം, എന്തെല്ലാം വിപ്ലവങ്ങളെ പറ്റി പ്രസംഗിച്ച് കേട്ടാലും ഇതെല്ലാം പ്രവാചകന്റെ ജീവിതങ്ങൾ വന്നതാണെന്ന് മനസ്സിലാക്കുക. കൃഷിയും അന്നപ്പെട്ട് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, അത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ കുട്ടികളെ കൊണ്ടും വൃദ്ധന്മാരെ കൊണ്ടും എല്ലാവരും ഇതൊരു സ്വതക്കയായി പ്രവാചക ചര്യയായി കണ്ടുകൊണ്ട് നമുക്കിത് പുരോഗമിപ്പിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.